Hey all, this is Mary here, your coach, your mentor, your trainer in training. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട് മാർക്കറ്റിൽ ഹ്യൂജ് ഫോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം റീസൺസ് ഉണ്ട്. ഫസ്റ്റ് വൺ ലെറ്റ്സ് സേ സെബിയുടെ പുതിയ റൂൾസ് വന്നതിൻ്റെ ബേസിസിലാകാം. രണ്ടാമത്തേത് നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് മിഡിൽ ഈസ്റ്റിലുള്ള ഈ ഒരു ടെൻഷൻ കൊണ്ടാകാം. ഇതെല്ലാം കൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള കുറേ അധികം ഫണ്ട്സ് ചൈനയിലോട്ട് കുറേ അധികം ആൾക്കാർ, അതായത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് അങ്ങോട്ട് പോയിട്ടുണ്ട്. വേറെ കുറച്ച് റീസൺസ് ഒക്കെ ആയിട്ടാണ്. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. ബട്ട് എന്നാൽ നമുക്കിന്ന് നോക്കാം ഇന്ന് മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നും അതുമാത്രമല്ല നാളെ നമുക്ക് മാർക്കറ്റിനെ എങ്ങനെ ഫേസ് ചെയ്യാമെന്നുള്ളത്. അതിനെല്ലാം മുമ്പ് തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ നിർബന്ധമായിട്ട് ഓണാക്കിയിടുക. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെ നമ്മൾ ഒരുമിച്ചിരുന്ന് ട്രേഡ് മാക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് ലൈവ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മിസ് ഔട്ട് ആകാതിരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓണാക്കിയിടുക. അതിനോടൊപ്പം തന്നെ നമ്മളൊരു ഗീവ് അവേ നടത്തുന്നത്, 2 ഗീവ് അവേസ് നടത്തുന്നുണ്ട്. ഒരെണ്ണം ഇപ്പോൾ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടാണ് അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അത് ജോയിൻ ചെയ്തിട്ടില്ല, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓടിപ്പോയി ഇപ്പോൾ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതല്ലാതെ രണ്ടാമത് നമ്മുടെ ലൈവിൽ കൂടുതലുള്ള എല്ലാവർക്കും, അതല്ലാതെ നമ്മുടെ ഇതുപോലെ യൂട്യൂബിലുള്ള എല്ലാവർക്കും വേണ്ടി വേറെ ഒരു ഗിവ് അവേ കൂടെ റണ്ണിങ്ങിലുണ്ട്. വേറെ ഒന്നുമില്ല, നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാവുന്ന പോലെ തന്നെ നിങ്ങൾ ഈ ഒരു താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് ഇതിൻ്റെ ഗിവ് അവേ എന്ന രീതിയിൽ. അതിലോട്ട് നേരെ പോവുക. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ ഡിമാറ്റ് അക്കൗണ്ട്, അതായത് നിങ്ങൾക്ക് ധൻ വെച്ച് നമ്മുടെ ഈ ഒരു റെഫറൽ ലിങ്ക് വെച്ച് തന്നെ വേണം നിങ്ങൾ ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കേണ്ടത്. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് എഫ് ആൻഡ് വരും, അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, നിങ്ങൾ ഒരു ഫ്യൂ ട്രേഡ്സ്, ഒരു 3, 5, 10 ട്രേഡ്സ് എടുത്തിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ പറഞ്ഞിട്ടുള്ള ടെലിഗ്രാം ഐഡിയിലോട്ട് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയാസ് കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് വേറൊരു കാര്യം കൂടെ കാണിക്കാനായിട്ട്, നമ്മൾ സ്മൂത്ത് ആയിട്ട് ഇന്ന് ആ ഒരു ഹ്യൂജ് ഫോൾ ക്യാച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ലൈവിൽ ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ലൈവ് നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പ് ഉണ്ട്. ആ പ്രീമിയം ഗ്രൂപ്പിന് നമ്മൾ എടുക്കുന്ന എൻട്രീസ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. സി ഓൾമോസ്റ്റ് 165 നിന്ന് നമ്മൾ നിഫ്റ്റി ക്യാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു 300 വരെ. അത്യാവശ്യം നല്ലൊരു സൂപ്പർബായിട്ടുള്ള റാലി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പോയി 300, 320 റേഞ്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രീമിയം എന്ന് പറയുന്നത്. ഹ്യൂജ് പ്രോഫിറ്റിലായിരുന്നു. ഒരൊറ്റ ട്രേഡ് മാത്രം മതി. ഹ്യൂജ് പ്രോഫിറ്റ്, ഒരൊറ്റ ട്രേഡ് കൊണ്ട് തന്നെ നമ്മൾ ഇന്നത് ഒരു ഹ്യൂജ് പ്രോഫിറ്റിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? താഴെ ഓടി പോവുക. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. ജസ്റ്റ് 999 റുപ്പീസ് മാത്രമാണ് ഒരു മാസത്തേക്ക് വരുന്നത്. അത് മാത്രമല്ല നമുക്ക് നോക്കാം നാളെ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കണം എന്നുള്ളത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിൽ ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റി ചെക്ക് ചെയ്യുന്നതാണ്. ആദ്യമേ നിഫ്റ്റിയിൽ നമ്മൾ ഇന്ന് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹ്യൂജ് ഫോൾ ആയിരുന്നു. ആദ്യത്തെ ക്യാൻഡിൽ തന്നെ നമ്മൾ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. വളരെ സ്മൂത്ത് ആയിട്ട് 1:4.43 എന്ന് പറയുന്ന ഒരു RR, അതായത് അത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസ്ക് റിവാർഡ് നമുക്ക് ഇന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈവ് നടന്ന ടൈമിൽ കുറേ അധികം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ ഫോളോ ആകാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഡൗ തിയറിയുടെ ബേസിസിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് വരച്ച് കാണിച്ച ലെവൽസ് ആയിരുന്നു ഈ കാണുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നാളെ നാളെ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ലോ ആയിട്ടുള്ള 24,696 റൈറ്റ്, 24,696 താഴത്തേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബേറിഷ് ആകാം. ഇവിടെ ഒരു മൈനർ സപ്പോർട്ട് കാണും 24,600. ആ 24,600 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 24,200 റേഞ്ചിലോട്ട് നമുക്ക് നോക്കാം. 300 റേഞ്ച്, 24,300 വരെ ഫോളോ ആകാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ നാളെ ഒരു കൺസോൾട്ടേഷൻ തരാം. എന്നിട്ട് ബുധനാഴ്ച ഇല്ലെങ്കിൽ വ്യാഴാഴ്ച നമുക്ക് ആ ഒരു ഫോള് കിട്ടുമായിരിക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം, നോക്കാം. നാളെ നമ്മുടെ നിഫ്റ്റിയുടെ വ്യൂ എന്ന് പറയുന്നത് ബേറിഷ് തന്നെയാണ്. അടുത്തത് നമുക്ക് നിഫ്റ്റി ബാങ്കിലോട്ട് ജമ്പ് ചെയ്യാവുന്നതാണ്. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്ക് ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസമേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പൊസിഷനാണിത്. അത് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. 1:5.85 വരെ പോയിട്ടുണ്ടായിരുന്നു. ഈ RR കണ്ടോ, 1:5.85 ഇവിടെ വരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അത് കഴിഞ്ഞും പോയി. ബട്ട് എന്നാൽ പറയേണ്ട കാര്യമില്ല, നമുക്ക് ക്യാച്ച് ചെയ്യേണ്ട ലെവൽ നമ്മൾ സ്മൂത്ത് ആയിട്ട് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് നാളെ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 50,200, അതായത് ഇന്നത്തെ ലോയ്ക്ക് താഴെ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നാളെ സൈഡ് വൈസ് ആയിക്കോട്ടെ, നോ പ്രോബ്സ്. ഓക്കെ, അത് നാളെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 49,700 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വെക്കാം. അത് കഴിഞ്ഞ് അത്യാവശ്യം താഴത്തേക്ക് നല്ല ലെവൽസ് ഉണ്ട്. നമുക്കത് നാളെ എന്തായാലും ലൈവിൽ ഒരുമിച്ചിരുന്ന് കാണാവുന്നതാണ്. ഓക്കെ, നിഫ്റ്റി ബാങ്കിൽ. നെക്സ്റ്റ് വൺ ഫിൻ നിഫ്റ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഫിൻനിഫ്റ്റി ഓൾമോസ്റ്റ് ബാങ്ക് പോലെ തന്നെ. അപ്പോൾ നാളെ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. ഇവിടുത്തെ RR 1:9.29 ആണ്. പ്രീവിയസ് ലൈവ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് കഴിയും. അതായത് ഓഫ് മാർക്കറ്റിൽ വന്നിട്ട് ചുമ്മാതെ വെച്ചിട്ട് നമ്മൾ പറയുകയാണ് ഓക്കെ ഇത് ഇവിടുന്ന് ഇവിടെ വരെ പോകുന്നല്ല പറയുന്നത്. ലൈവിൽ ഒരുമിച്ചിരുന്ന് നമ്മൾ ട്രേഡ് ചെയ്യുകയാണ്. ആ ടൈമിൽ മാർക്ക് ചെയ്യുന്ന ലെവൽസ് തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും കാണുന്നത്. ലൈവ് നിങ്ങൾക്ക് റീചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ ഫൈൻ. സോ നാളെ നമ്മൾ ഫിൻനിഫ്റ്റി എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് 23,138. അതായത് ഇന്നത്തെ ഈ ഒരു ലെവൽ ഉണ്ടല്ലോ, ഈ ഒരു ലെവലിന് താഴെ വരികയാണെങ്കിൽ നമുക്ക് 23,000 ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും 22,900 സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് ആൻഡ് ഫൈനൽ ടാർഗറ്റ് ആയിട്ട് 22,675. നിങ്ങൾക്ക് ഈ ലെവൽസ് കാണാൻ കഴിയും. ഈ ലെവൽസ് എല്ലാം ഇപ്പോൾ തന്നെ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിലോട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട്, ഓടിപ്പോയി ജോയിൻ ചെയ്യുക. നാളെ രാവിലെ ചെയ്യുമെന്ന് വെച്ചിരിക്കേണ്ട, ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ജോയിൻ ചെയ്യാൻ ലേറ്റ് ആകുക. നിങ്ങൾക്ക് ലിങ്ക് ഓട്ടോമാറ്റിക്കലി വരേണ്ടതായിട്ടാണ് സൈറ്റിൽ നിന്ന്. അത് വരാനായിട്ട് താമസമുണ്ടെങ്കിൽ മാനുവലി നിങ്ങളെ ആഡ് ചെയ്യാനായിട്ട് ടൈം എടുക്കും. സോ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് ഓടിപ്പോയി രജിസ്റ്റർ ചെയ്യുക, തിരിച്ചു വരിക, ബാക്കി കാണുക. ഓക്കെ ഫൈൻ. സോ ഫിൻനിഫ്റ്റി നമുക്ക് ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. ഫിൻനിഫ്റ്റിയുടെ നാളെ എക്സ്പയറി ആണ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലോർത്ത് വെച്ചേക്കണം. ഓക്കെ, ഈ സ്മൂത്ത് ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം നാളെ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ടിരിക്കേണ്ടത്. അടുത്ത നമുക്ക് മിഡ് ക്യാപ്പ് കൂടെ ചെക്ക് ചെയ്യാം. മിഡ് ക്യാപ്പ് മിഡ് ക്യാപ്പ് ഈ ഒരു മൊമെന്റ് തന്നു. ഇന്ന് മിഡ് ക്യാപ്പിന്റെ എക്സ്പയറി ആയിരുന്നു. നമ്മൾ ഇന്ന് ക്യാച്ച് ചെയ്തിട്ടില്ലായിരുന്നു, അതിന് അതിന്റെ വഴിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് അത്യാവശ്യം നല്ലൊരു ട്രേഡ് പൊസിഷൻ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു മിഡ്. നമുക്ക് ആക്ച്വലി നിഫ്റ്റി ബാങ്ക്, ഫിൻനിഫ്റ്റി ആൻഡ് മിഡ് ഈ ഒരു ട്രേഡ് വന്ന സമയത്ത് നമ്മൾ കൂടുതൽ അതിലോട്ട് പുഷ് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രോബബിലിറ്റി, വിന്നിംഗ് പ്രോബബിലിറ്റി കൂടുതൽ ലീസ്റ്റ് സപ്പോർട്ട് പാത്ത്. അതായത് നമ്മളുടെ വ്യൂ ബെയറിഷ് ആണ്, മാർക്കറ്റ് താഴത്തേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ താഴത്തേക്ക് പോകുമ്പോഴത്തേക്ക് കുറേ അധികം സപ്പോർട്ട് ഉണ്ടെങ്കിലോ കുറേ അധികം തടസ്സങ്ങളുള്ള ലെവൽസ് ഉണ്ടെങ്കിലോ അതിനേക്കാളും നല്ല എന്താണ് ഏറ്റവും കുറച്ച് തടസ്സങ്ങളുള്ള ലെവൽ, അതായത് ലീസ്റ്റ് സപ്പോർട്ട് പാത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. നമ്മൾ ബുള്ളിഷിലേക്കാണെങ്കിലോ ലീസ്റ്റ് റെസിസ്റ്റൻസ് പാത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഈ പറയുന്ന പോലെ 1:4, 1:5, 1:6, 8 and 9 വരെ നിങ്ങൾ കണ്ടു ഇപ്പോൾ കിട്ടിയത്. അത് കിട്ടാനായിട്ട് നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അടുത്ത നമുക്ക് നേരെ മിഡ് ക്യാപ്പ് ജസ്റ്റ് നോക്കി നോക്കാം. വേറെ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. മിഡ് ക്യാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 12,600 താഴെ, ലെറ്റ്സ് സേ 12,575 താഴെ പറയാം. ആ ഒരു സോൺ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു സോണിന് താഴെ മാർക്കറ്റ് വരികയാണെങ്കിലോ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 12,470. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും 12,470. ഈ ലെവൽസ് ഒക്കെ നമുക്ക് ചുമ്മാ മാർക്ക് ചെയ്യുന്നതല്ല. ഇവിടെ പ്രീവിയസ് ലെവൽസ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇത് കണ്ടോ, ഇവിടെ നേരത്തെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അത് മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുകയാണ്. ഇതുപോലെയാണ് എല്ലാ ചാർട്ട്സിലും നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു ബിഗർ പിക്ചർ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നില്ല എന്നായിരിക്കാം, ബട്ട് എന്നാൽ നിങ്ങളത് നോക്കിയും കണ്ടും ആ ലെവൽസ് എന്തുകൊണ്ട് വരച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഒന്നുകൂടെ റീചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫൈൻ, ഗുഡ്. അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സ്റ്റോക്കിലോട്ട് പോകും. അതിനെല്ലാം മുമ്പ് നമുക്ക് നേരെ ഒന്ന് ക്രൂഡ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയാലോ. നമ്മൾ കഴിഞ്ഞ ദിവസം ക്രൂഡ് ഓയിലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ. ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ ബുള്ളിഷ് ആയിരുന്നു. ഈ ഒരു സെർട്ടൻ റേഞ്ചിൽ നിന്ന് എടുത്തു 1:3.66 ആണ് ടാർഗറ്റ് എന്ന് പറയാനുള്ളത്. അതിലൊരു ഫസ്റ്റ് ടാർഗറ്റ് വേറെ ഒന്നുമില്ല, ട്രെയിൽ ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് ഇവിടെ എടുത്തിട്ട് എൻട്രി പോയിന്റിലോട്ട് എല്ലാവർക്കും ട്രെയിൽ ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അടുത്ത സെക്കൻഡ് ടാർഗറ്റ് ആൻഡ് തേർഡ് ടാർഗറ്റ് ഇവിടെ വരെ ഉണ്ട്. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് റാലി നമുക്ക് ക്രൂഡിൽ കിട്ടുന്നതായിരിക്കും. ബാക്കി ഗോൾഡ്, നാച്ചുറൽ ഗ്യാസിലൊന്നും വലിയ മൂവ്മെന്റ് കാണുന്നില്ല. നമുക്ക് നേരെ ഇനി സ്റ്റോക്കിലോട്ടൊന്ന് പോയി നോക്കി നോക്കാം. ഫസ്റ്റ് വൺ BEL. ഇന്ന് തന്നെ BEL നമ്മൾ നല്ലൊരു മൊമെന്റം ഞാനിന്ന് ലൈവിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുള്ളവർക്ക് അത് അറിയാം. അത്യാവശ്യം നല്ലൊരു ക്യാച്ച് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. 1:2.84 റൈറ്റ്, 1:2.84 ആയിരുന്നു നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞും പിന്നെയും പോയി, ബട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ടാർഗറ്റ് ആയിരുന്നു, ബ്യൂട്ടിഫുൾ. അത് കഴിഞ്ഞ് പോയി, ബട്ട് നോ പ്രോബ്ലംസ്. ഓക്കെ, സോ നാളെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ ഇന്നത്തെ ലോ ആയിട്ടുള്ള 265 താഴെ BEL നാളെ ഓപ്പൺ ആവുകയോ സസ്റ്റെയിൻ ചെയ്യുകയോ ബ്രേക്ക് ഡൗൺ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാവുന്നതാണ് ഇൻ BEL. അടുത്ത നമുക്ക് നേരെ നോക്കി നോക്കാം SBIN ആൻഡ് ICICI ആണ് നമുക്ക് വേറെ രണ്ട് സ്റ്റോക്കുകൾ നമുക്ക് വാച്ച് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തിടാനായിട്ടുള്ളത്. ഒരു 1 അവറിലേക്ക് ഞാനത് കീപ്പ് ചെയ്യുകയാണ്. വേറെ ഒന്നുമില്ല, ഇന്നത്തെ ലോ ആയിട്ടുള്ള 765 ബ്രേക്ക് ഡൗൺ ചെയ്താൽ 736 വരെ ഏറ്റവും മിനിമം എങ്കിലും ഇത് വരേണ്ടതായിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു റാലിയാണ്, നല്ലൊരു മൂവ്മെന്റ് ആണ്. നമുക്കത് ക്യാച്ച് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. നാളെ മാർക്കറ്റ് ഫോളോ ആവുകയാണെങ്കിൽ ചിലപ്പോൾ കൺസോൾട്ടേഷനും ചെയ്യാനും സാധ്യതയുണ്ട്. അത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മാർക്കറ്റിനെ മനസ്സിലാക്കിയിട്ട് സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഫൈനലി നമുക്ക് ICICI ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ICICI ബാങ്ക്, ICICI ഇച്ചിരി ബെറ്റർ ആണ് ഈ പറഞ്ഞിട്ടുള്ള 2-3 സ്റ്റോക്കുകളെക്കാളും. എനിക്ക് ICICI ഇച്ചിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ലോ ആയിട്ടുള്ള 1226 ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ
ഈ ഒരു ബ്യൂട്ടിഫുൾ ടാർഗറ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. 1 അവറിലാണിത്. 50 മിനിറ്റ് ആകുമ്പോൾ അത്യാവശ്യം നല്ല ലെവലുണ്ട് ഇത്. 50 മിനിറ്റ് ആകുമ്പോൾ അത്യാവശ്യം ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 20 പോയിന്റ്സോളം നമുക്ക് അവിടെ ഡൗൺ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ബാക്കി നമുക്ക് നോക്കാമല്ലോ അല്ലേ? സോ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുക. നിങ്ങൾ ഈ ഒരു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് കാണുന്നുണ്ടെങ്കിൽ സൂപ്പർ ഗുഡ് ഗ്രേറ്റ്, ഇത് റെഫറൻസ് ആയിട്ട് മാത്രം വെക്കുക. സ്വന്തമായിട്ട് നിങ്ങൾ ഇന്ന് എടുത്തിട്ടുള്ള ട്രേഡ്സുകൾ എഴുതുക, ട്രേഡിംഗ് ജേണൽ കീപ്പ് ചെയ്യുക, ട്രേഡ് ലോഗ് കീപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ അടുത്ത ദിവസത്തേക്കുള്ള ലെവൽസ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. സ്റ്റോക്സുകൾ കുറച്ചെടുത്ത് വാച്ച് ലിസ്റ്റ് വെക്കുക, കുറേ അധികം എടുത്ത് വാച്ച് ലിസ്റ്റിൽ വെക്കരുത്, വളരെ മിനിമം മാത്രം വെക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതാന്ന് നോക്കുക, അത് മാത്രം ട്രേഡ് ചെയ്യുക, ലെവൽസിനെ ട്രസ്റ്റ് ചെയ്യുക. സോ നമുക്കപ്പം നാളെ രാവിലെ 9 മണിയാകുമ്പോൾ കാണാവുന്നതാണ്. സീ യു ദേർ.